എല്ലാവർക്കും നമസ്കാരം. മായസ്റ്റാറിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ക്വീൻ ഓഫ് സോഡ്സ്, എംപറർ എനർജി, ജസ്റ്റിസ്, ഹാങ്ഡ് മാൻ, ടു ഓഫ് പെൻഡക്കിൾസ്, ത്രീ ഓഫ് wands, ലവേഴ്സ്, ഹയറോഫന്റ് എനർജി. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം ഒത്തിരി പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറയാം. ആദ്യം തന്നെ ക്വീൻ ഓഫ് സോഡ്സ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ല കഴിവുകളുണ്ട്, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ടു ഓഫ് പെൻഡക്കിൾസ് എനർജി ആൻഡ് ക്വീൻ ഓഫ് സോഡ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വളരെയധികം കഴിവുണ്ട്, അത് ഉപയോഗിക്കുകയും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് പുറകോട്ടേക്കാണ്. പ്രത്യേകിച്ച് ധൂർത്ത് കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു വർഷമാകാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ വിവാഹിതരായിട്ടുള്ളതാണ് എങ്കിൽ ഭാര്യയോ ഭർത്താവോ നിങ്ങളുടെ അവരെ കാര്യങ്ങൾ, ബഡ്ജറ്റൊക്കെ അവരെ ഏൽപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കാര്യങ്ങൾ സേവിങ്സ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് അവരോട് ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ വിവാഹിതരല്ലാത്തവരാണെങ്കിൽ പാരൻസോ നിങ്ങൾക്ക് അല്ലെങ്കിൽ അത്രയും അടുപ്പമുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, എന്നാലും അതിന് നമുക്ക് ക്വീൻ ഓഫ് സോഡ്സ് എനർജിയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു എനർജി, ക്വീൻ ഓഫ് സോഡ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം വ്യക്തമായിട്ട് കാര്യങ്ങൾ വളരെ സ്വന്തം കഴിവിൽ വളരെ പ്രൗഡി അല്ലെങ്കിൽ അഭിമാനം തോന്നിക്കുന്ന ഒരു വ്യക്തിയാണ്. അമിതമായിട്ടുള്ള ഒരു പ്രൗഡ് ഫീലിങ്ങിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, നിങ്ങൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ, അതായത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാണ്, റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട ജോലി സംബന്ധമായിട്ട് കരിയർ, ബിസിനസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ ഹൃദയം കൊണ്ടിട്ട് തീരുമാനമെടുക്കാതെ ബുദ്ധിപരമായിട്ട്, ബ്രെയിൻ ഉപയോഗിച്ചിട്ട് ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതും. കൂടുതലായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ഷാർപ്പായിട്ട്, അതായത് എന്താ പറയുക, വെട്ടൊന്ന് മുറിയുണ്ട് എന്ന് പറയുന്ന പോലെ ഒറ്റ കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് നല്ല കാര്യം തന്നെ. പക്ഷെ ആ സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെയധികം പരുഷമാകാതിരിക്കാനോ കോൾഡ് ആയിട്ട് പറയാതിരിക്കാനോ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അതൊഴിച്ചാൽ നിങ്ങൾ പറയേണ്ടുന്ന കാര്യം വ്യക്തമായിട്ട് തന്നെ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് നൽകുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ബിസിനസ് ആയാലും ജോലി സംബന്ധമായിട്ടൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ജോലിയിലും ബിസിനസ്സിലും കരിയറിലും ഒക്കെ നല്ല സമയം തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഇടം എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. കാരണം നിങ്ങളുടെ കയ്യിലേക്ക് പണം വരുന്നുണ്ട്, പക്ഷേ കുറച്ചൊരു അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുക, എവിടെ എന്ത് ചെലവഴിക്കണം എന്ന് അറിയാതെ പോകും. കാരണം പലപ്പോഴും നിങ്ങളൊരു കടയിൽ പോകുമ്പോൾ, എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാവില്ല പോകുന്നത്. ചിലപ്പോൾ ഒരു പാല് വാങ്ങിക്കാനായിരിക്കും ഒന്ന് കടയിൽ പോകുന്നത്, പക്ഷേ കടയിൽ ചെന്ന് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് വരും. പല പല സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു വർഷം അത് നിങ്ങളുടെ കൈ നിങ്ങൾ തന്നെ പിടിക്കുക. കാരണം അതങ്ങനെ ദൂർത്തടിച്ച് പല പല കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ, എല്ലാം കൂടി ചേർക്കുമ്പോൾ ഒത്തിരി പൈസ ചിലവാക്കുന്ന രീതിയിലേക്കുണ്ട്. അപ്പോൾ ഒന്ന് പതിവിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ വർഷം, പക്ഷെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫാമിലിയിലുള്ള മറ്റാരെങ്കിലും ബഡ്ജറ്റ് നോക്കാൻ ഏൽപ്പിക്കുക പ്രത്യേകം. കാരണം നിങ്ങൾ അനാവശ്യമായിട്ട് ചിലവാക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നെ എംപറർ എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ടു ഓഫ് wands എനർജി,
3 ഓഫ് ഫോൺസ് എനർജി ആഗ്രഹ സബലീകരണമാണ്. വിചാരിച്ച സ്ഥലത്ത് വിചാരിച്ച രീതിയിലൊക്കെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആദ്യം തന്നെ എംപറർ എനർജിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങളൊരു വലിയ സ്ഥാനത്തേക്ക് എത്താൻ, നേരത്തെ പറഞ്ഞ പോലെ കരിയറിൽ മുന്നേറ്റം തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനത്ത് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ പലരെയും സംബന്ധിച്ചൊരു സ്വഭാവം, അതായത് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ്, അങ്ങനെയാണ് നടക്കേണ്ടതെന്നൊരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് പലയിടങ്ങളിലും നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിച്ച് തന്നേക്കാം. പക്ഷേ സൗഹൃദത്തിൽ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ, കുടുംബത്തിലൊക്കെ അതായത് നിങ്ങളായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കണക്ഷനുള്ളവരും ബന്ധം നിലനിർത്തി പോകണം എന്നുള്ളിടത്ത് അത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ജോലിയിലും ഒരു അതോറിറ്റി പൊസിഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം, ഒരു ലീഡർഷിപ്പ് ആ ഒരു റോളിൽ നിൽക്കുമ്പോൾ. പക്ഷേ അതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റബേണായിട്ട് മാറാതിരിക്കുക, നിങ്ങൾ പറയുന്നത് മാത്രമാണ്, ആ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് ഒന്ന് ഫ്ലെക്സിബിൾ ആവുക. അതായത് നിങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, മറ്റുള്ളവരുടെ ഭാഗം കൂടി കേൾക്കാം ഉള്ളൊരു അവസരം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ 3 ഓഫ് ഫോൺസ് എനർജിയാണ്. പല കാര്യങ്ങളും വിചാരിച്ച രീതിയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. മാനിഫെസ്റ്റേഷൻ ആണ്, ആഗ്രഹ സബലീകരണമാണ്. പല കാര്യങ്ങൾ വളരെ അംബീഷ്യസ് ആയിരിക്കും ഈ സമയത്ത്. ജോലി കരിയറുമായിട്ട് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ജോലിയിൽ വളരെയധികം സാധ്യതകളുള്ള സമയമാണ്. നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിൽ തന്നെയാണ് പോകുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസ കാലഘട്ടം വളരെ നല്ലതായിരിക്കും ഈ ഒരു സമയത്ത്. പിന്നെ എന്തെങ്കിലും എൻട്രൻസ് എക്സാം, പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതിന് വിദ്യാർത്ഥികളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാർ ജോലി സംബന്ധമായിട്ട് റെയിൽവേസിലോ അല്ലെങ്കിൽ ഈവൻ വിദേശത്തേക്ക് പോകാൻ IELTS എഴുതുന്നവരൊക്കെ സംബന്ധിച്ച് നല്ല സമയമാണ്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോകും. ഒരു ലക്കി ബ്രേക്ക് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. സാധ്യതകളുള്ള ഒരു വർഷമാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒരു ജസ്റ്റിസ് എനർജി ആൻഡ് ലവേഴ്സ് എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിറ്റുവേഷൻ, ഒരു കേസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയുമായിട്ട് കേസിലേക്ക് പോകേണ്ടി വരുന്നതാവാം. എന്തായാലും നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളൊരു സിറ്റുവേഷൻ എന്നുള്ള ഇതിലേക്ക് ഇപ്പോൾ ഒരു ചില സാഹചര്യങ്ങളിൽ നമ്മൾ ന്യായം നോക്കിയിട്ട് ആരാണ് ശരി തെറ്റ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോകാനായിട്ട് പറ്റും. കേസ് കാര്യങ്ങളായിട്ട് കോടതിയിലെത്തിയാൽ നീതിയും ന്യായവും അളന്ന് തൂക്കി നോക്കിയിട്ടാണ് കാര്യങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ ചില സിറ്റുവേഷനിൽ നമ്മൾ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുമ്പോൾ കുറ്റങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ചിന്തിക്കാതെ ഗ്രേ ലൈൻ, നമ്മൾ പറയുമല്ലോ ഒരു ഗ്രേ ലൈൻ എന്നുള്ള രീതിയിൽ തെറ്റാണ് എന്ന് ആ ഒരു വ്യക്തി സമ്മതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു തെറ്റാണ് എങ്കിൽ നിങ്ങൾക്കത് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ക്ഷമിച്ച് വിട്ടുകളയ ബന്ധങ്ങളിൽ. അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചതിവോ മറ്റു കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ, ലീഗലായിട്ട് കോടതി കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുള്ളവർക്ക് ന്യായവും നീതിയും ലഭിക്കുന്നുണ്ട്. കേസ് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ കേസ് നടത്തുന്നവരാണെങ്കിൽ ഈ ഒരു വർഷം വിധി വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മേലായിരിക്കും, അതായത് ഫേവറായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന വക അതിൽ നിന്നുണ്ടാകുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ജസ്റ്റിസ് എനർജി ഫാമിലി സിറ്റുവേഷനിൽ ഒരു ഡിവോഴ്സ് സിറ്റുവേഷനിലേക്കൊക്കെ ആ ഒരു ചിന്തയിലേക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളില്ലായെങ്കിൽ ഒത്തുതീർവായി പോകുന്നുണ്ട്. കാരണം ഇവിടെ പലരും ആ ഡിവോഴ്സിൻ്റെ വക്കത്ത് വരെ എത്തി നിൽക്കുന്നവർ തിരിച്ച് ഒരുമിച്ച് ഒന്നുചേരുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാവരിലും അങ്ങനെയാണെന്നല്ല, ചില ആളുകളെ സംബന്ധിച്ചൊരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹാങ്ഡ് മാൻ എനർജി ആൻഡ് ഹയർഫൻ്റ് എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങളിലൊന്ന് സ്റ്റക്കാണ്. അത് മെയിനായിട്ട് നിങ്ങൾ കാണിക്കുന്നത് ദൈവികതയും ആത്മീയതയുമായിട്ടാണ്. കാരണം ഇവിടെ ഫസ്റ്റ് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്ന എനർജി കാണിക്കുന്നത് ജോലി, വിദ്യാഭ്യാസം, ഫിനാൻസ് ഇത്യാദി കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വലിയ ഉഷാറായിട്ട് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പുറകോട്ടേക്ക് നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള ഭാഗത്താണ്. അപ്പോൾ നിങ്ങൾ ദൈവിക കാര്യങ്ങളിലോ ആത്മീയ കാര്യങ്ങളോ താല്പര്യം കുറച്ചെടുക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ, നിങ്ങൾ സ്റ്റക്കായ പോലെ ഫീൽ ചെയ്യും. നിങ്ങൾ മുന്നോട്ടേക്കാണ് പോകുന്നത്, നിങ്ങൾ എന്തൊക്കെ നേടിയാലും നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു
ഞാൻ സ്റ്റക്കായി എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. പക്ഷെ ഈ ഒരു ഫീലിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കൊരു ആ ഒരു ആത്മീയതയിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാവാം. അപ്പോൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾക്കൊരു ഫുൾഫിൽമെൻറ്റ്, ഒരു സംതൃപ്തി തോന്നുന്ന സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അത് ഹൈറഫൻ എനർജി അത് എടുത്തു പറയുന്ന ഒരു കാര്യം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, പള്ളികളിൽ സന്ദർശിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നോ മതപരമായിട്ടുള്ളതിൽ വിശ്വസിക്കാം. അതല്ല എങ്കിൽ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ, ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ മെഡിറ്റേഷൻ, യോഗ കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാം, യോഗ ചെയ്യാം, അല്ലെങ്കിൽ പ്രാണായാമം അതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ, അത് ആക്റ്റീവായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ, എന്തെങ്കിലും ചെറിയ സ്പോർട്സിലൊക്കെ ഏർപ്പെടുന്നതും ഒക്കെ പ്രയോജനം ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ വേറൊരു തരത്തിൽ പറയാൻ ഒരു സ്റ്റക്ക് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ തീരെ അനങ്ങുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു തരത്തിൽ എക്സസൈസ് ഇല്ലെങ്കിൽ അത് നിങ്ങളെ ബാധിക്കാം. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് വീട്ടമ്മമാരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വീട്ടിൽ ഒത്തിരി പണികൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങളിലും നമ്മൾ ഊന്നൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.